ഹലോ ചക്കരകളെ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? കണ്ണിനടിയിലെ കറുപ്പ്, ചുളിവ്, തടിപ്പ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതിപ്പം എന്താ പറയുക, ഏജ് എന്നൊന്നും തുടങ്ങണ്ട, ഏജ് കഴിഞ്ഞെന്നൊന്നും പറയുകയും വേണ്ട, അതിന് മുമ്പേ തന്നെ ഇതൊക്കെ വരും. എന്താണ് അതിനുള്ള കാരണങ്ങൾ? അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഒന്ന് മാനസിക പ്രശ്നം, ടെൻഷൻ ഒരുപാട് അടിക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറും മൊബൈലും അമിതമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇപ്പം നേരത്തെ തന്നെ വരുന്നതിൻ്റെ കാരണമാണ് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ ഒരു കമ്പ്യൂട്ടറും മൊബൈലും ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങളൊന്നും നമ്മുടെ കണ്ണിനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട്, ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ വരെ, കുഞ്ഞു മക്കൾ വരെ കണ്ണാടിയും വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അല്ലേ. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അമിതമായുള്ള മൊബൈൽ ഉപയോഗിക്കുന്നത് മൂലവും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന മൂലവും ഒക്കെയാണ് കുഞ്ഞു പിള്ളേരുടെ കൈ വരെ വലിയ ടാബും കാര്യങ്ങളുമാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിലും അമിതമായിട്ടുള്ള മൊബൈലിൻ്റെ ഉപയോഗവും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗവും ഒക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കണ്ണിനടിയിലെ കറുപ്പും തടിപ്പും കുഴിവും എല്ലാം വരുന്നത് അല്ലേ. കണ്ണാടി വെക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. പണ്ട് കാലത്തൊന്നും ഇത്രയും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നമ്മളതൊന്നും അതൊന്നും എല്ലാവരും മൊബൈൽ യൂസ് ചെയ്തു, കമ്പ്യൂട്ടർ യൂസ് ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ, നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനൊരു മസാജ് ചെയ്തു പോകണോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് എന്താ പറയുക എക്സസൈസ് ചെയ്തു പോകണോ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഏതൊരു ഭാഗമാണ് ഡാമേജ് ആയിരിക്കുന്നത്, ആ ഒരു ഡാമേജ് ആയ ഭാഗത്തിനെ നമ്മളൊന്ന് ഒരു എക്സസൈസും ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ മസാജൊക്കെ കൊടുത്തൊന്ന് ഉഷാറാക്കിക്കൊണ്ട്, അതായത് ഒരു എനർജി ആക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കണ്ണിന് തിളക്കവും ആ ഒരു പഴയ ശോഭയും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇത് മുഖ സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ ആരോഗ്യം അതിൽ ഉൾപ്പെടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല ഫ്രൂട്ട്സുകൾ, നല്ല വെജിറ്റബിൾസ്, അതുപോലെ തന്നെ എന്താ പറയുക ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് നമ്മൾ കഴിക്കണം. കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പ് മാറാനായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കണ്ണ്. കണ്ണിൻ്റെ തിളക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ ഒരു കറുപ്പ് കാര്യങ്ങളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ശോഭ തന്നെ നഷ്ടപ്പെടും. അത് നമ്മുടെ മുഖ സൗന്ദര്യത്തെ ബാധിക്കും അല്ലേ. നമ്മുടെ കണ്ണിൻ്റെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും മുഖത്തിൻ്റെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും, എവിടെയാണ് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ തേന്. തേനിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തേനിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. തേനിന് നമ്മുടെ ഒരു സ്കിന്നിനെയൊക്കെ റിപ്പയർ ചെയ്ത് ഒരു മൃദുത്വവും തിളക്കവും കൊടുത്ത്, അതുപോലെ തന്നെ യൗവനം നിലനിർത്താനായിട്ടും വാർദ്ധക്യത്തെ തടയാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നമ്മുടെ തേനിനുണ്ട്. അപ്പം തേൻ നമ്മുടെ കണ്ണിന് നല്ല രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസിങ് നിലനിർത്തുന്ന, കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ ഈർപ്പം പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. ഈർപ്പം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ കണ്ണ് ഡ്രൈ ആവുന്നതും അവിടെ റിങ്കിൾസ് വരുന്നതും. ഡ്രൈ ആകുമ്പോൾ പെട്ടെന്ന് റിങ്കിൾസ് വരും. അപ്പോൾ അതിനെ ഒന്ന് നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഏത് ഭാഗമാണോ നമുക്ക് ആ റിങ്കിൾസ് ഒക്കെ വരുന്നത് അവിടെ മോയ്സ്ചറായിട്ട് വെക്കണം. അതിനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഹണി കേട്ടോ. കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളും കലകളും ഒക്കെ മാറാനായിട്ട് ഹണിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ അലോവേര ജെല്ലും ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്കിന്ന് മോയ്സ്ചറായിട്ട് വെക്കാനായിട്ടും പാടുകളും കലകളും ഒക്കെ മാറി ആ ഒരു കറുപ്പ് നിറമൊക്കെ മാറി നല്ലതായിട്ട് ഒരു ബ്രൈറ്റ് ആവാനും സഹായിക്കുന്നു ഹണിയും. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അലോവേര ജെല്ലും ഒക്കെ. ആദ്യം അലോവേര ജെല്ല് അര ടീസ്പൂൺ അലോവേര ജെല്ലും ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ണിന് ചുറ്റും നന്നായിട്ട് തേച്ചതിന് ശേഷം മോതിരവിരൽ വെച്ച് വളരെ സോഫ്റ്റായിട്ട് മസാജ് കൊടുക്കുക. അപ്പോൾ ഏറ്റവും വളരെ സോഫ്റ്റായിട്ടുള്ള ഏരിയയാണ് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ താഴെ. വളരെ സോഫ്റ്റാണ്, വളരെ നേർത്ത ചർമ്മമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മിക്കവാറും പേര് എന്നോട് വാട്സപ്പിൽ ചോദിക്കാറുണ്ട്, കണ്ണിൽ നല്ലവണ്ണം പ്രഷർ കൊടുത്ത് ഞാൻ അങ്ങനെ പ്രഷർ കൊടുത്ത് മസാജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കണ്ണിൻ്റെ അവിടെ മസാജ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഒരിക്കലും ഹാർഡായിട്ട് പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യരുത്. മസാജ് ചെയ്തതെന്ന് നമ്മുടെ റിസൾട്ടല്ല കിട്ടുന്നത്, നമുക്ക് അതിൻ്റെ നേരെ എതിരായിട്ടായിരിക്കും കിട്ടുന്നത്. അത് സ്കിന്ന് റിങ്കിൾസ് കൂടി വരും. അതുകൊണ്ട് ഞാൻ പറയല്ലോ, നമ്മുടെ കൈ തൊടുന്നത് കണ്ണറിയരുത്. അതുപോലെ ആയിരിക്കണം നമ്മൾ മസാജ് ചെയ്യേണ്ടത്. വളരെ സോഫ്റ്റായിട്ട് നമ്മളിവിടെ ചുറ്റിനും തേച്ച് പിടിപ്പിക്കുക. വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്യുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ആ ഒരു പിന്നെ എന്താ പറയുക, നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കണം. മേലോട്ടും താഴോട്ടും നോക്കുക 10 തവണ, റൈറ്റ് ലെഫ്റ്റ് നോക്കുക 10 തവണ, കണ്ണ് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ കണ്ണിനെ നല്ല രീതിയിലുള്ള മസിൽസിന് നല്ല ബലം കൊടുക്കാനായിട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ മസാജും നമ്മുടെ കണ്ണിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കുന്നു. ഇതുമൂലം നമ്മുടെ കണ്ണിൻ്റെ റിങ്കിൾസ് കുറഞ്ഞു വരുന്നു, കറുത്ത പാട് കുറഞ്ഞു വരുന്നു. ഇത് 1-2 ദിവസം
ദിവസം ഒന്നും ചെയ്താൽ പോരാ, നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും മറക്കാതെ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ഒരു പിന്നെ എന്താ പറയുക, അടുത്ത ഒരു റെമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കറുപ്പ് പോകാനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഓയിലി ടൈപ്പുള്ള സ്കിന്നുകാർക്കും മീഡിയം സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും എല്ലാം പറ്റുന്നതാണ് കാണിച്ചത്. ഇനി നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. കോക്കനട്ട് ഓയിലിൻ്റെ ഉപയോഗം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. സ്കിന്ന് റിങ്കിൾസ് കുറയ്ക്കാൻ മാത്രമല്ല, പാടുകളും കലകളും ഒക്കെ കുറയാനായിട്ട് ഒത്തിരി നല്ലതാണ് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ. അതായത് ചക്കിലാട്ടിയ നല്ല തേങ്ങ, ഉണക്കിയ തേങ്ങ എടുത്ത് നമ്മുടെ കണ്ണ് മുമ്പിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ മില്ലിലാട്ടിയ വെളിച്ചെണ്ണ മേടിക്കുക. ഏറ്റവും നല്ലതാണ് റിങ്കിൾസ് കുറയാനായിട്ട്. ഫസ്റ്റ് ഒരു മസാജ് ഇട്ട് തന്നെ വെളിച്ചെണ്ണ എന്നുള്ളൊരു മസാജാണ്. അതിന് ഒരുപാട് പേർക്ക് 4-5 ലക്ഷം ആൾക്കാരോടെ കണ്ടു, ഇപ്പോഴും ചെയ്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഒരു വെളിച്ചെണ്ണ നല്ലതാണ്. ഓയിലി സ്കിന്നുകാർക്ക് തേച്ച് കഴിഞ്ഞാൽ പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ഓയിലി സ്കിന്നുകാർ ഇത് സ്കിപ്പ് ചെയ്യുക. നല്ലപോലെ വരണ്ട ചർമ്മമുള്ളവർ എപ്പോഴും അവരുടെ സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസ് നിലനിർത്തണം. എന്നെങ്കിൽ മാത്രമേ അവരുടെ ചർമ്മത്തിൻ്റെ വരൾച്ച മാറത്തുള്ളൂ. വരൾച്ച മാറിയാൽ മാത്രമേ അവരുടെ മുഖത്ത് ചുളിവുകളില്ലാതിരിക്കത്തുള്ളൂ. കണ്ണിനടിയിലാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ ചുളിവുകളില്ലാതിരിക്കത്തുള്ളൂ. അതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്, അതായത് പിന്നെ നമ്മുടെ വരണ്ട ചർമ്മമുള്ളവർക്ക്, അതായത് ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളി സാധനമാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ നമ്മുടെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കും. ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നിന്നും ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുക്കുക, ഒരു 1/4 ടീസ്പൂണോളം തേൻ എടുക്കുക. തേനും വെളിച്ചെണ്ണയും ഒക്കെ തേൻ പിന്നെ ഓയിലി സ്കിന്നുകാർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് തേനും വെളിച്ചെണ്ണയും ഒരുപാട് നല്ലതാണ്. തേനും വെളിച്ചെണ്ണയും. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ മുറിവ് ഉണക്കാനായിട്ടും പണ്ടുകാലം മുതൽക്കേ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ മഞ്ഞളാണ്. നാടൻ മഞ്ഞൾ, അതായത് നമ്മൾ ഉരച്ചെടുക്കുന്ന മഞ്ഞൾ കിട്ടിയാൽ അത്രയും നല്ലത്. ഇത് ഞാൻ പിന്നെ കടയിൽ നിന്ന് മഞ്ഞൾ പൊടിപ്പിച്ച് വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു പ്രശ്നമില്ല. കറികൾക്കെല്ലാം ഇത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാണ് നമ്മുടെ ഒരു പായ്ക്കിനകത്തൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ മഞ്ഞൾപ്പൊടി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി സൗന്ദര്യവർദ്ധക വസ്തു എന്നതിൽ ഒന്നാമനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ചുളിവ് മാറാനായിട്ടും മെയിനായിട്ടും കണ്ണിൻ്റെ കറുപ്പ് മാറാനായിട്ട് പാടുകളും കലകളും ഒക്കെ മാറി മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി. അപ്പം മഞ്ഞൾപ്പൊടി നമുക്ക് വളരെ ഒരു നുള്ളു മതി. നമ്മുടെ കണ്ണിന് ചുറ്റും തേക്കാനായതുകൊണ്ട് തന്നെ ഒരു നുള്ളു മതി. അപ്പം നമ്മുടെ എന്താണ്, ഒരു 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും എടുത്തതിന് ശേഷം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോതിരവിരൽ നമുക്ക് ഏറ്റവും മസാജ് ചെയ്യാൻ, കണ്ണിന് ചുറ്റിനുമൊക്കെ മസാജ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ വിരലെന്ന് പറഞ്ഞാൽ മോതിരവിരലാണ്. അങ്ങനെ നമ്മൾ ആ ഒരു വിരൽ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രഷർ ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിക്കരുത്. സോഫ്റ്റായിട്ടേ കൊടുക്കാവുള്ളൂ. മസാജ് വളരെ സോഫ്റ്റായിട്ട് കൊടുക്കുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക. പല മസാജുണ്ട്. ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കൊടുക്കുക. പിന്നെ ടച്ച് ചെയ്തുള്ള മസാജ് കൊടുക്കുക. പതുക്കെ ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യമൊക്കെ ഈ മസാജുകളൊക്കെ ചെയ്യുവാണെങ്കിൽ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. നമുക്ക് അവിടെ ആ ഒരു ഡ്രൈ സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് ഇത് ചെയ്തതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുന്നത് നല്ലത്. ആ ഒരു ഈർപ്പം അവരുടെ ആ ഒരു സ്കിന്നിൽ നിലനിർത്തണം. എന്നാൽ മാത്രമേ അവർക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മളിത് കഴുകിയിട്ട് സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് നിങ്ങൾ എന്താണ്, ഡ്രൈ സ്കിന്നുകാർ സോപ്പൊന്നും ഉപയോഗിക്കാതെ പ്ലെയിൻ വാഷ് ചെയ്ത് കഴുകിക്കളയുക. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ നിങ്ങൾ ഡെയിലി റൊട്ടീനായിട്ട് ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% തന്നെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നു. തന്നെ ആദ്യം കാണിച്ച ആ ഒരു പായ്ക്കും അതും ഇട്ട് ഇതുപോലെ മസാജ് ചെയ്യുന്നത് അത് നോർമൽ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും എല്ലാം നല്ലതാണ്. പിന്നെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം ചെയ്ത് നോക്കുക. പറയാൻ പറ്റില്ല. അലർജി സ്കിന്നുകാർക്കും അതുപോലെ തന്നെ ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് ഇട്ട് നോക്കുക. അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുണം കിട്ടുന്ന ഒരു ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ചെയ്യണം. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.